പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് തത്തവുൽ ഖിസ്സത്തുൽ അറബിയ്യത്തുൽ ഖസീറ, അറബി ചെറുകഥയുടെ വികാസം, ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള യൂണിറ്റാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, അതിൻ്റെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. القصة القصيرة جنس أدبي نثري خيالي تكون أكثر من روايات تتناول شخصيات قليلة. ചെറുകഥ നോവലിനേക്കാൾ ദൈർഘ്യം കുറച്ചു കഥാപാത്രങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗദ്യഭാവന സാഹിത്യശാഖയാണ് ചെറുകഥ എന്ന് പറയുന്നത്. അടുത്തത് ലഹറത്തുൽ ഖിസ്സത്തുൽ ഖസീറത്തു ഫിൽ അദബിൽ അറബി ബിശുറൂത്തിഹ അൽ കാമില മുൻദു ബിദായത്തി ഖർനിൽ 20. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് സമ്പൂർണ്ണ ലക്ഷണങ്ങളോടെ അറബി സാഹിത്യത്തിൽ ചെറുകഥകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ലിഹ്തികാഇൽ അറബി ബിൽ അറബി വഇത്ലാഇഹിം അലാ ആദാബിൽ അറബി നസ്റൻ വാദിഹൻ ഫീ തതവ്വുൽ ഖിസ്സത്തിൽ ഖസീറത്തുൽ അറബിയ. പാശ്ചാത്യ സ്വാധീനം. അറബികൾക്ക് പാശ്ചാത്യരുമായി ഉണ്ടായ സമ്പർക്കവും പാശ്ചാത്യ സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവും അറബി ചെറുകഥയുടെ വളർച്ചയെ വ്യക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. തതവ്വുൽ ഖിസ്സത്തുൽ ഖസീറത ഫിൽ അദബിൽ അറബി അബറ 3 മറാഹിൽ. മൂന്ന് ഘട്ടങ്ങളിലായി അറബി ചെറുകഥാ സാഹിത്യത്തിൻ്റെ വികാസം സംഭവിച്ചിട്ടുണ്ട്. അൽ മർഹലത്തുൽ ഊല, ഒന്നാമത്തെ ഘട്ടം. അൽ മർഹലത്തുൽ ജനീനിയ, ഭ്രൂണഘട്ടം. മിൻ ബിദായത്തുൽ ഖർനി 19 ഇല 1914 സലീമുൽ ബുസ്താനി മംഫൂലാത്തി ജബ്രാൻ. ഒന്നാം ഘട്ടം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ 1914 വരെ. പ്രധാന എഴുത്തുകാരൊക്കെയായിരുന്നു സലീം അൽ ബുസ്താനി, അൽ മംഫൂലാത്തി ജബ്രാൻ. അൽ മർഹലത്തു സാനിയ, രണ്ടാമത്തെ ഘട്ടം. അൽ മർഹലത്തു തജ്രീബിയ, പരീക്ഷണ ഘട്ടം. അത് എപ്പോഴായിരുന്നു? മിൻ 1925 ഇല വഖത്തുൽ ഹാദിർ. 1914 മുതൽ 1925 വരെ. മഹ്മൂദ് തൈമൂർ, താഹിർ ലാഷീൻ. മർഹലത്ത് സാനിയ, അൽ മർഹലത്ത് തജ്രീബിയ, പരീക്ഷണ കാലഘട്ടം. അത് എപ്പോഴാണ്? മിൻ 1914 ഇല 1925. 1914 മുതൽ 25 വരെ. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സാഹിത്യന്മാർ? മുഹമ്മദ് തൈമൂറും താഹിർ ലാഷീനും. അടുത്തതാണ് അൽ മർഹലത്ത് തക്വീനിയ, ടെക്നോളജിയുടെ കാലഘട്ടം, രൂപീകരണ പൂർണ്ണതയുടെ ഘട്ടം. അതെപ്പോഴായിരുന്നു? 1925 ഇല വഖത്തുൽ ഹാദിർ. 1925 മുതൽ ഈ കാലഘട്ടം വരെ, വർത്തമാനകാലം വരെ. പ്രധാന എഴുത്തുകാർ മഹ്മൂദ് തൈമൂർ, അദ്ദേഹത്തിൻ്റെ ചെറുകഥ അതാണ് ഫിൽ ഖിത്താർ. ലബിന മജ്മുഅത്തിഹിൽ ഖസീസ മാ തറാഹുൽ ഉയൂൻ. മാ തറാഹുൽ ഉയൂൻ എന്ന കഥാസമാഹാരത്തിലെ ഫിൽ ഖിത്താർ എന്ന ചെറുകഥ. അടുത്തത് സക്കരിയ താമിർ, മജ്മുഅത്തുൽ ഖസീദ സുഹൈലുൽ ജവാദുൽ അബീർ. അടുത്തത് സക്കരിയ താമിറാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥ സമാഹാരം ഏതായിരുന്നു? സഹീൽ അൽ ജവാദുൽ അബീർ എന്നതാണ്. അടുത്തത് ഐസൻ നാഊരി, മജ്മുഅത്തുൽ ഖസീസ തരീഖുശ് ശൂഖ്. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം എന്താണ്? തരീഖുശ് ശൂഖ് എന്നുള്ളതാണ്. അടുത്ത ഹുസ്നി ഫരീസ്, മജ്മുഅത്തുൽ ഖസസിയ, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ഖസസും വ ലഖദാത്ത് എന്നുള്ളതാണ്. അടുത്ത യൂസുഫ് ഇദ്രീസ്,
അദ്ദേഹത്തിൻ്റെ മജ്മുഅത്തുൽ ഖസീസിയ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാരെന്നാണ് അർഖസു ലയാലി. അടുത്തത് ഹസാൻ കൻഫാനിയാണ്. മജ്മുഅത്തുൽ ഖസീസിയ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം മൗത്ത് ശരീർ റഖം 12 എന്നുള്ള കഥാസമാഹാരമാണ്. അടുത്തത് ജബ്രാൻ ഖലീൽ ജബ്രാൻ മജ്മുഅത്തുൽ ഖസസിയ അറായിസുൽ മറൂജ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം. അടുത്ത മീഖായിൽ നഈമ മജ്മുഅത്തുൽ ഖസസിയ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം കാന മാക്കാന എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അടുത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ മാഹിൽ ഖസ്സത്തുൽ ഖസീറ, ചെറുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ القصة القصيرة من أشهر فنون الأدب وأكثرها حداثة وتطورا وشيوعا تتكون من عدة عناصر درامية ومجموعة أشخاص تدخل فيها يعرف بصراع الدارم الذي يكون كاتب القصة. സാഹിത്യരൂപങ്ങളിൽ ഏറ്റവും പ്രശസ്തവും ആധുനികവും വികസിതവും പ്രചാരമുള്ളതുമായ ഒരു ശാഖയാണ് ചെറുകഥ. കഥാകൃത്ത് സൃഷ്ടിക്കുന്ന നാടകീയമായ സംഘർഷത്തിൽ പങ്കുചേരുന്ന കഥാപാത്രങ്ങളും വിവിധ നാടകീയ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇത്. രണ്ടാമത്തെ ചോദ്യം, മാഹിയ അവലു കിതാബ് ഫിൽ ഖിസ്സത്തിൽ ഖസീറത്തിൽ അറബിയ, അറബി ആദ്യത്തെ ചെറുകഥാ സമാഹാരം ഏതാണ്? ആൻസർ ഫിൽ ഖിത്താബ്. മൂന്നാമത്തെ ചോദ്യം, ഐന ഉലിദ മുഹമ്മദ് തൈമൂർ എവിടെയാണ് ജനിച്ചത്? ആൻസർ ഫിൽ മിസ്ർ, ഈജിപ്തിൽ. നാലാമത്തെ ചോദ്യം, മൻ കതബ ഖമീസൽ മസ്റൂഖ്, ഖമീസൽ മസ്റൂഖ് രചിച്ചത് ആരാണ്? കക്കപ്പെട്ട എന്നാണ്, കൊള്ളയടിക്കപ്പെട്ട വസ്ത്രമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് രചിച്ചത് ആരാണ്? ആൻസർ ഹിസാനുൽ കൻഫാനി. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഉക്തുബ് ബഅദൽ ഖസസിൽ ഖസീറത്തിൽ കാത്തിബി യൂസുഫ് ഇദ്രീസിൻ്റെ എഴുത്തിൽ നിന്ന് ചില കഥകൾ, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് ചില കഥകൾ എഴുതുക. ആൻസർ അർഖസുൽ ലയാലി 1954, ഹാദിസത്തുൽ ഷറഫ് 1958, ലുഗത്തുൽ ആലായി 1965. ആറാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബ് അൽ ഖർബാൽ എന്ന കിതാബ് രചിച്ചത് ആര്? ആൻസർ മീഖായിൽ നഈമ. ഏഴാമത്തെ ചോദ്യം, മൻ കതബൽ അൽ അജ്നിഹത്തുൽ മുതകസ്സിറ എഴുതിയത് ആര്? ആൻസർ ജബ്രാൻ ഖലീൽ ജബ്രാൻ. എട്ടാമത്തെ ചോദ്യം, മാഹിയ അവലുൽ ഖിസ്സസിൽ ഖസീറത്തി ലിഗസാനി കൻഫാനി, ഗസാനി കൻഫാനിയുടെ ആദ്യത്തെ ചെറുകഥയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചെറുകഥയിൽ നിന്നുള്ള ഒന്നാമത്തത് ഏതാണ്? ആൻസർ അൽ ഖമീസുൽ മസ്റൂഖ്. ഒമ്പതാമത്തെ ചോദ്യം, മാഹിൽ ഹറക്കത്തുൽ അദവിയ്യത്തുല്ലത്തി അസ്സസഹ ജബ്രാൻ അടിസ്ഥാനപ്പെടുത്തിയ സാഹിത്യപരമായ ചലനം ഏതാണ്? ആൻസർ റാബിത്തത്തുൽ ഖലമിയ്യ. പത്താമത്തത്, മൻ സാഹിബ് കിതാബ് അർദുൽ ബുർത്തഖാൽ അൽ ഹസീൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഹസാൻ കൻഫാനി. താങ്ക്സ് ഫോർ വാച്ചിങ്.